ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കക്കയിറച്ചി അഥവാ ഇളമ്പക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കക്കയിറച്ചി എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും അതുപോലെ തന്നെ കക്കയിറച്ചി വെച്ചുള്ള തോരൻ്റെ റെസിപ്പീസിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇത് കക്കയിറച്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കക്ക എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങിയെടുത്ത് തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നാട്ടിലാണെങ്കിൽ നമുക്കിത് തോടോട് കൂടി വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ടത് പുഴുങ്ങിയെടുത്ത് തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി കറുത്ത ഒരു സാധനമുണ്ട്. അത് നമുക്ക് അമർത്തിക്കളഞ്ഞ് ഈ കക്കയിറച്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കക്കയിറച്ചി ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം കക്കയിറച്ചി ഉണ്ടാവും. നമ്മൾ കറി വെക്കുന്നത് കൊണ്ട് ഇത്രയേ ആവശ്യമുള്ളൂ. നമ്മൾ തോരനുണ്ടാക്കുന്നതാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെന്ത് കിട്ടാൻ അധിക സമയമൊന്നും വേണ്ട, കാരണം ഇത് ഓൾറെഡി പുഴുങ്ങിയെടുത്ത കക്കയിറച്ചിയാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും കക്കയിറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര പൊടിയാണോ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു അളവിൽ മതി ഈ ഒരു കറിക്കും ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഈ അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കക്കയിറച്ചി കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ കക്കയിറച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സവാള നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തോരൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.